റമദാൻ വന്നെങ്കിലേ റമദാൻ വന്നെങ്കിലേ ആചാർക്ക് ബേജാറ്, പെണ്ണുങ്ങ ബജാറ്. ആചാർക്ക് എന്താ ബേജാറ്? സമൂസ അത് ഇത് എന്തെല്ലാം മണ്ണു മസണെല്ലാം കൊണ്ടുണ്ടേ, നോമ്പ് തുറക്കുമ്പോ അത് ഇതെന്നെല്ലാം. ഇയാൾക്ക് ഒരു കണ്ടം തിന്നാൻ വന്നില്ല. ഷുഗർ പ്രഷർ നല്ല ചെലിച്ച് എന്നെങ്കിലും പണ്ടുള്ളിൽ ചൊരിച്ചോളും കൊണ്ടുവന്നിട്ട് നാട്ടിൽ എല്ലാവരും ഉണ്ടല്ലേ, നല്ല തന്നെ പോണം, വേണ്ട നല്ല. പക്ഷേ നോമ്പ് കാലം ചെല്ലെങ്കിൽ ചില ആൾക്കാർ മനസ്സിലാക്കിന് എന്തറിഞ്ഞാ, ആണുങ്ങ മനസ്സിലാക്കിന് നല്ലോണം കൊണ്ടുവന്നിട്ട് ടേബിളിൽ വെച്ചോളും. ഇനിയിപ്പോ നോമ്പ് വന്നെങ്കിൽ പിന്നെ അങ്ങനെ എനി ടൈം അയാൾ ചൊട്ടിയ പിന്നെ ഓപ്പൺ ബൈ, പിന്നെ അത് അടയണ സ്വബൈക്ക് അയാൾ വീണ്ടും ചൊട്ടണം. സ്വബൈ ബാങ്കിന് രണ്ടാമത് ഷൊട്ടിങ്. അതുവരെ പോന്നെ റെയിൽവേന്റെ ഗേറ്റ് പോലെ. റെയിൽവേന്റെ ഗേറ്റ് അങ്ങനല്ലേ JCB, ടിപ്പർ, റിക്ഷ, കാർ, സൈക്കിൾ, ഓട്ടോ, ബുള്ളറ്റ് എന്ന പോലെ ഇയാള് മാരിവിന്റെ ബാങ്ക് കൊടുത്ത് എല്ലാം പോന്നെ തലന്തല പൊടസാരില്ല. ഞാൻ ഇപ്പൊ ഹറാമതൊന്നും പറഞ്ഞിട്ടാ നിങ്ങളെ സൗകര്യം. എന്നാലും ചില ആൾക്കാർ മനസ്സിലാക്കി എന്താ പറഞ്ഞ, നോമ്പ് ചെല്ലെങ്കിൽ തിന്നെ. പെണ്ണുങ്ങൾ മനസ്സിലാക്കി എന്തറിഞ്ഞ, നോമ്പ് ചെല്ലെങ്കിൽ ബജാറ് ചുറ്റും തന്നെ. ആ റമദാന് 10-17 കഴിഞ്ഞ് ബദരീങ്ങൾ ആണ്ട് കഴിഞ്ഞ പിന്നെ പെണ്ണിനെ പിടിച്ചാ കിട്ടാല. ഇവിടുത്തെ പെണ്ണുങ്ങളെ കഥയല്ല. നിങ്ങൾ ചിരിക്കണ്ട, ആണുങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെ പെണ്ണുങ്ങളെ കഥ പറയുന്നേ. ചിരിക്കുന്നത് നീ ആ ചെല്ലണ്ടല്ലേ, നിങ്ങൾ ചെല്ലണ്ടേ ഓളോട്. ഇഞ്ഞ തീരോ അങ്ങോട്ടേക്ക് തരും. നിങ്ങൾ കേൾക്കണോ? പോണോ? ബജാർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോണോ, അത്യാവശ്യത്തിന് പോണോ. അതേ പോകട്ടെ, അത് പാടേ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല, മുത്തലക്കൻ വേണ്ട എന്നാരും പറഞ്ഞിട്ടില്ല. ഇത് ബജാർ തന്നെ ആയാൽ പിന്നെ ലൈലത്തുൽ ഖദർ എവിടെയാണ്? ബദരീങ്ങളെ ആണ്ടെവിടെയാണ്? പുണ്യമേറിയ റമദാനിന്റെ നാളുകൾ എവിടെയാണ്? ഇബാദത്ത് എവിടെയാണ്? നിസ്കാരം എവിടെയാണ്? ജാഗ്രത. അതുകൊണ്ട് നല്ല സമയം വരുമ്പോ ഞങ്ങൾ വെറുതെ ആ സമയത്ത് കളയരുത്. ലൗ യഅലമുൽ ഇബാദു മാ റമളാൻ ലതമന്നതു ഉമ്മത്തി അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. എന്റെ സമുദായം, എന്റെ ഉമ്മത്ത് റമളാൻ എന്താ ഏത് എന്ന് അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ, മട്ടം പോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആ റമളാനിന്റെ ഗൗരവ ആദരവ്, ആ റമളാനിന്റെ ഫളീലത്ത് ശ്രദ്ധത, ആ റമളാനിന്റെ സ്ഥാന ബഹുമാനം എന്റെ ഉമ്മത്തെങ്ങാനും അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ, ലതമന്നതു ഉമ്മത്തി അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. കാലം മുഴുവനും റമളാൻ ആയിരിക്കണേ, കൊല്ലം ഫുള്ള് റമളാൻ ആവണേ, മാസം മുഴുവനും റമളാൻ ആയിരിക്കട്ടെ എന്നവർ ആഗ്രഹിക്കുമായിരുന്നു. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം ജാഗ്രത. ഇനി നിസ്കരിക്കുമ്പോ സുന്നത്തിന്റെ കാര്യവും ജാഗ്രത. സുന്നത്ത് ഒഴിവാക്കണ്ട. തലക്ക് തൊപ്പി വെച്ചോളണോ, തലമറക്കണോ, സുന്നത്താണ്. ഇത്ര നല്ല പാന്റ് ധരിച്ച നീ നിസ്കരിക്കുമ്പോ, ഇത്ര നല്ല ബ്രാൻഡഡ് നല്ല അഡിഡാസിന്റെ ടീഷർട്ട് ഇട്ടിട്ട് നിസ്കരിക്കുമ്പോ, അതിന്റെ ഉള്ളിലേക്ക് ഇന്നർ വെയർ ഇട്ടിട്ട് നിസ്കരിക്കുമ്പോ, നീ എന്തേ ഒരു തൊപ്പി കീശല് വെക്കാഞ്ഞ്? ആയിപ്പോട്ടെ, എന്നാലും പള്ളിന്റെ ഉള്ളിലില്ലേ കെട്ടുകണക്കിന് തൊപ്പി, അതെങ്കിലും നിനക്ക് വെച്ചിട്ടൊന്ന് തല മറന്നുകൂടെ? പിന്നൊരു കാര്യമുണ്ട്, ആ പള്ളിന്റെ ഉള്ളിൽ ലോഡാക്കിട്ട് വെച്ച തൊപ്പിയില്ല കുറെ ഇവിടെ ഇല്ലേ? ഇല്ലേ? ആ പിന്നെ അതില്ലാത്ത പള്ളിയില്ല. അതില്ലെങ്കിൽ പള്ളി ആന്നില്ല. ഇപ്പൊ അതറിയ നിനക്ക്, ഇപ്പൊ പള്ളിയാണ്. രണ്ട് കാര്യം പോണം, മിമ്പറും മെഹ്റാബ് ഇല്ലെങ്കിലും ആവും. 10 കസാലയും ഒരു കെട്ട് തൊപ്പിയും വേണം. മിമ്പർ മെഹ്റാബ് എല്ലാം പിന്നെ കിടാക്കളെ നേരെ ഇരുത്തിക്കൊള്ളാം അല്ലേ. അതിന്റെ ബാപ്പന്മാർ, ജേട്ടന്മാർ, ഇച്ചമാരെല്ലാം ഉണ്ടാവല്ലേ ഇവിടെ. എന്തുമില്ല, എനക്ക് ബേജാറൊന്നുമില്ല. ചിലപ്പോ എന്താ പറഞ്ഞ, ഞാൻ ഒരു വിഷയം ചെല്ലാം മെല്ലെ, നിങ്ങൾ മാത്രം കേട്ടങ്ങായി എല്ലാരും കേൾക്കണ്ട. ഞാൻ മെല്ലെ ഒരു വിഷയം ചെല്ലാം. എന്താ പറഞ്ഞാ, ചിലപ്പോ ഈ കണക്കിലേറെ കിടാക്കയിലെല്ലാം പായുമ്പോ കിടാക്ക പായും, കിടാക്ക പിരിച്ചെടുത്ത് കിടക്കാല. അത് സ്വാഭാവികമാണ്. അത് എന്റെ കിടാവ് അങ്ങനെ, ഔലിയാന്റെ കിടാവ് അങ്ങനെ, അതിനാരും അപ്പുറപ്പുറൊന്നുമില്ല. എന്നാലും ഈ കുറെ കണക്കിനേറെ കൂറ്റും കൗജാക്കിക്കൊണ്ടും പീപ്പി ഊതിക്കൊണ്ടും ബലൂന് പൊട്ടിച്ചോണ്ടും അതിലെ പാഞ്ഞോണ്ടിരിക്കുമ്പോ നല്ല ശ്രദ്ധയോടെ വയല് കേൾക്കുന്ന ചില വയസ്സന്മാരുണ്ടാവും. നല്ലോണം നല്ല ഭക്തിയിൽ ആമീൻ ചെല്ലുന്ന ചില പെണ്ണുങ്ങളും ഉണ്ടാവും. ഈ കിടാക്കി ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കുമ്പോൾ അത് അവർക്കൊരു ഡിസ്റ്റർബാണ്. അപ്പൊ അവർ ബായിൽ എന്ത് കുഞ്ഞൊടിയും, അപ്പൊ എന്തെങ്കിലും ചെല്ലും. ആരെ 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 നിങ്ങൾ ചെല്ലി ആരെ? എന്റെ കിടാവിനല്ലേ, എന്റെ കിടാവില്ലൂടെ നിങ്ങളെ കിടാവ്. എന്ത് ഷാഹിന്റെ കിടാവ്?
വല്ലാമത്തെ ആരിനളക്കിനെ വരാതെ പോകുന്നു അതിൽ പോകുന്നു ഇരോ അത് മതി. ചില ആൾക്കാർ ആ ഞൊടിയലില്ലേ അത് ഡേഞ്ചറാണ്. അങ്ങനെ ഞൊടിയരുത്. പക്ഷെ ചില ആൾക്കാർ അത് അങ്ങനെ ആയിപ്പോവും, അങ്ങനെ പറഞ്ഞു പോവും, അത് ആപത്താണ്. അതുകൊണ്ട് പറഞ്ഞു. അല്ലാണ്ട് കിടാക്കളിൽ നിങ്ങളെ കാട്ടിയാറ് പിരിച്ചണക്കും. ഞാൻ കിടാക്കളെ കണ്ടെങ്കിൽ കാണ്ടാമൃഗം പോലെ ആക്കുന്നില്ല. എനക്കിടാക്ക ജീമോ എനക്കും ഉണ്ട് കിടാക്ക. അള്ളാഹു ഞങ്ങൾക്ക് സ്വാലിഹായ മക്കളെ തട്ട് തന്ന മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. അള്ളാഹു മക്കളെ എപ്പോഴും മജ്ലിസിൽ പോകണം. അവരെ തൂരാക്കാനും കയ്യ. അവർ മജ്ലിസിൽ പോകണം. എന്തറിഞ്ഞാ അവരാ കയ്യുണ്ടല്ലോ അത് പരിശുദ്ധമാണ്, അത് കളങ്കമുക്തമാണ്, അത് ക്ലിയറാണ്. ആ തടി അത് ക്ലിയർ ഇമേജ് ഉള്ള തടിയാണ്. ഞങ്ങളെക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് കിടാവാണ്, സംശയമില്ല. ഞങ്ങ ഇങ്ങനെ ദ്വാരക്കുമ്പില്ലേ അള്ളാഹ് ഉത്തരം ചെയ്യണം നോക്കൂ. എന്ത് നോക്കൂ? ഓ ഇടക്ക് ഇങ്ങനെ ആക്കിനെ മാത്രമേ ഇടക്ക് കിടക്ക് ഇങ്ങനെ ആക്കിനാരാ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കിനാരാ നീ കയ്യില് ഇങ്ങനെ നോക്കുവല്ല. പക്ഷെ അങ്ങനെ നോക്കാതെ കൊണ്ട് കൊടുക്കുന്ന കയ്യാണ് ആ കിടാവിന്റെ കൈ അല്ലേ? അല്ല കറക്റ്റ് അല്ലേ? നിങ്ങക്ക് അരസം വന്നാന്തോ ഞാൻ ചെല്ലുന്നേറല്ലേ? ഉള്ളത് ചെല്ലും ഉമ്മാക്കിയാന്നല്ലേ? പിന്നല്ലേ നിങ്ങക്ക് സംഗതി നേരല്ലേ? സംഗതി നേരല്ലേ? അള്ളാഹു ഞങ്ങളെ നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ആ സുന്നത്ത് പാലിക്കണോ. ഒരു കാര്യം പറയട്ടെ, അവിടെ പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ തൊപ്പി വ്യാപകമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ല. ഒരു വേള കൊണ്ടുവരാതെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം എടുത്തുപയോഗിക്കാനാണ്. എന്നാലും പറയട്ടെ, അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. സ്വന്തമായിട്ടൊരു ടവല് കീശയിൽ വെച്ചോ, ഒരു ടൊപ്പി വെച്ചോ, എന്നാലും അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. കാരണം എന്തറിയോ? പലരും വെച്ച തൊപ്പിയാണത്, പലരും യൂസാക്കിയ തൊപ്പിയാണത്, പല തലക്കും മൂടിയ തൊപ്പിയാണത്. ഓരോരുത്തന്റെ തലയിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിയില്ലല്ലോ. അതുകൊണ്ട് അത് കഴിവതും ഒഴിവാക്കലാണ് നല്ലത്. അപ്പൊ ഉസ്താദേ തൊപ്പി വെക്കാണ്ട് നിസ്കരിക്കണ അല്ല, നീ എന്നെ കൊണ്ടുവരണോ? വേറെ ഇനി കൊണ്ടുവന്നിട്ടേ അതെന്നെ വെച്ചോളണം. നബി തങ്ങളെ സുന്നത്ത് ഒഴിവാക്കണ്ട. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എന്റെ ഉമ്മത്ത് എന്റെ സമുദായ ഒരു സുന്നത്തെങ്ങാനും ജീവിതത്തിൽ പാലിച്ചു പോയാൽ ആ താടി വെക്കൽ സുന്നത്താണ്. നല്ല താടി, നല്ല മുഞ്ചുള്ള താടി, എന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്താകപ്പെട്ട താടി എന്ന നിലക്ക് താടി വെച്ചോ. അത് വലിയ സുന്നത്താണ്. സിമന്റ് ഇട്ട പോലെ പഠിക്കണ്ട, അങ്ങനെ പഠിക്കണ്ട. ടാറിട്ട പോലെ കളറും കൊടുക്കണ്ട. താടി വെച്ചോ, അത് സുന്നത്താണ്. ആ കസാല ഇങ്ങോട്ട് ഇരുന്നോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു മജ്ലിസ് കബൂലാക്കട്ടെ, ഞങ്ങളെ കൂട്ടായ്മയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങോട്ട് താടി സുന്നത്താണത് വെച്ചോളൂ, മട്ടം പോലെ വെച്ചോളണം. അതിനെ വട്ടാരാക്കിട്ട് വെക്കണ്ട. അതിനെ വെക്കുന്നെങ്കിൽ നല്ല റാഹത്തിൽ നല്ല 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 ഗ്ലാമറിൽ വെച്ചോളണം. അതിന് വേണ്ട പോലെ ഒപ്പിച്ച് അതിനെ നല്ല ചന്തത്തിൽ വാരി. ഇനി തൻ്റെ മുടിയോ അങ്ങനെ തൻ്റെ മുടി വെക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് വെക്കണോ, അല്ലേ മര്യാദ എടുക്കണം. നമ്മള് ചക്കന്മാര് ഓരോരുത്തരുടെ മുടി കണ്ടെങ്കിലേ യാ റഹ്മാനെ കറണ്ടിന്റെ കമ്പ പിടിച്ചിട്ട് ഷോക്കടിച്ച പോലെ, പന്നി കുത്തിയ പോലെ ഓരോരുത്തരുടെ മുടി. നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആരെ മുടിയും നോക്കണ്ട. ഞാൻ ഊടുത്തോരതല്ല ചെല്ലിയെ മൊത്തത്തിൽ. ഞാൻ ഈ പറയുന്ന സ്റ്റൈലിൽ ഉണ്ടെങ്കിൽ ഊടുള്ളവർ തന്നെ, അതിന് ബേജാറായിട്ട് ഗുണമില്ല. മുടി വെക്കുന്നതിന് ഇസ്ലാമിൽ നമ്മൾ വേഷങ്ങൾക്ക് ഞങ്ങൾ എല്ലാത്തിനും ഇസ്ലാം ഒരു രൂപരേഖ പറഞ്ഞു തന്നെ. അതതുപോലെ തന്നെയാണ്. അപ്പോഴാണ് അള്ളാഹ് ഇഷ്ടപ്പെടുക ഞങ്ങള്, അപ്പോഴാണ് അള്ളാഹിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക ഞങ്ങള്, അപ്പോഴാണ് ഖബറിലെത്തുമ്പോ ഖബർ വിശാലമാവുക, അപ്പോഴാണ് നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അല്ലാഹ് അർശിന്റെ തണല് തരിക, അപ്പോഴാണ് നാളെ ആഖിറത്തിൽ മുസ്തഫായ നബി തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വെള്ളം വാങ്ങി കുടിക്കാൻ കഴിയുക. നബി തങ്ങളെ സുന്നത്ത് മറന്നാലോ
ഇസ്ലാം അനുവദിക്കാത്ത കോലം കെട്ടിയാലോ, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഹെയർ സ്റ്റൈൽ വെച്ചാലോ, ഇല്ല, അതല്ലാഹുവിന് ഇഷ്ടമല്ല. മുടി വെക്കുന്ന നല്ലോണം വെച്ചാ, ഫുള്ള് വെച്ചിട്ട് പെർണിന്റെ ഓടുന്ന് കട്ടായിക്കോ. പെണ്ണുങ്ങളെ പോലെ വെക്കണ്ട, ഫുള്ള് വെച്ചിട്ട് പെർണിന്റെ ഓടുന്ന് കട്ടാക്കണോ. മാത്രമല്ല ഇടക്കിടക്ക് അതിനെ എണ്ണിട്ടിട്ട് നല്ല ചന്തത്തില് ഭാരിയിട്ട് ഒപ്പിച്ചിട്ട് വെക്കുകയും വേണോ. വെക്കുന്നെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് നായി നക്കിയ പോലെ സൈഡിന്ന് ഫുള്ള് ചൊറണ്ടിട്ട് വെക്കണ്ട. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖസഈ, ശരിയല്ല. ഹെയർ സ്റ്റൈലിന് വിധങ്ങളതാവണോ. ഇത് എന്നെ നോക്കിയിട്ട് ഉസ്താദിച്ചെന്ന് നിങ്ങൾ ആരും വിചാരിച്ചിരണ്ട, ഞാൻ നിങ്ങളെ നോക്കിയിട്ടേ ഇല്ല. എന്നാലും നബിതങ്ങളെ സുന്നത്ത് പോലെ വേണോ. മുടി വെക്ക്, മുടി മൊട്ടടിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടാ. മൊട്ടയടിക്കല് മുത്തലക്കൻ സുന്നത്തുമല്ല. മൊട്ടയടിക്കല് നിങ്ങന്താ പറയാ, മൊത്തെടുക്കുന്നില്ലേ, മൊട്ടടിക്കല്, അത് ഇസ്ലാം ഒരു കൂലി സുന്നത്തായ ഒരു അമലായിട്ട് പറഞ്ഞിട്ടില്ല. കിബർ വന്നു പോവോ എന്നിങ്ങനെ പേടിയുണ്ടെങ്കിലും മൊട്ടടിക്കല് സുന്നത്താ, അല്ലാതെ മുത്തലക്കൻ നിരുപാധിക സുന്നത്തെന്ന് പറഞ്ഞിട്ട. എന്നാലും അതിന് വെക്കുന്നെങ്കിൽ നല്ല മര്യാദയ്ക്ക് വെച്ചോളണം. ഇനി ചെറുതാക്കുന്നെങ്കിൽ നല്ല ചെമ്പാപ്പ് പോലെ ചെറുതാക്കിക്കൊള്ളണം. ഇതുമായിട്ട് അറിയാനുള്ള തലേത് മൂക്ക് എന്ന് കാണുന്നില്ല. ഞാൻ ഒരു വയലിന് പോയിട്ട് ബെയ്ച്ചോണ്ടിരിക്കുമ്പോൾ പരക്കാരൻ ചെല്ലി, വയലിന് പോയ വെള്ളിയാഴ്ച അവിടെ ഓർമ്മ വന്നില്ല, ശരി പോട്ട് ഏത് പാട്ട്. ബെയ്ച്ചോണ്ടിരിക്കുമ്പോൾ പരക്കാരൻ ചെല്ലി, ഉസ്താദ് ബെയ്ച്ചിട്ടെല്ലായിട്ട് ദ്വാരുന്ന പിന്നെ എന്റെ കിടാനൊന്ന് മന്ത്രിക്കണോ, ഊതണോ, ൂതണോ. ഞാൻ അതിന് അർഹരല്ല, എന്നാൽ അയാളൊരു ആശയല്ലേ ആ യൂത. അങ്ങനെ ബെയ്ച്ച് അൽഹംദുലില്ലാ നല്ല റാഹത്തായി, ദുആ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലി കിടാവിനെ കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോ ഇയാൾ കിടാവിനെ കൊണ്ടു. കിടാവെന്നിന്റെ ഞാൻ വിഹറ്റിന് 3 ആണ്ടെന്നല്ല, ഇത് 3 ആണ്ടൊന്നും അല്ല, ഇത് SLC കഴിഞ്ഞിട്ട് പോയിട്ട് ആട്ട് സാരില്ല. അയാൾക്ക് കിടാവന്നല്ലേ, ഞമ്മക്ക് കിടാവല്ല, അയാൾക്ക് ബാപ്പക്ക് കിടാവന്നല്ലേ. ഊരിക അരസനാദ്രു തായിക മൊമ്മകനെ അല്ല മകനെ. ഹലോ സാർ, എനക്ക് നിങ്ങളെ ഭാഷ എനക്കറിയാലോ, പിന്നെ എനിക്കെന്താ അറിയാഞ്ഞ. ഏതു പാട്ട അയാൾക്ക് കിടാനല്ലേ. അങ്ങനെ അയാൾ കിടാനെ കൊണ്ടിട്ട് സോപ്പിന്റെ അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് താഴെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു മീത്തന്നെ ഇരുന്നോ, മീറ്റ് തൊപ്പിയെല്ലാം വെച്ചിരുന്നു നല്ല. തൊപ്പിൽ ഇതെല്ലാം ഉണ്ട്, എനിക്ക് ചീട്ട് പൊട്ടിച്ചിനും കൂടിയില്ല, പുതിയ തൊപ്പി നല്ല മട്ടം പോലെ വലിച്ചിട്ട് വെച്ചിട്ട്. അങ്ങനെ ഞാൻ എന്താക്കി അറിയുന്നതെല്ലാം ഓതിയിട്ട് ഊതിന് പിന്നെ ഓൻ്റെ ചെല്ലി തൊപ്പിയെടുക്കും. ഉള്ള കൂതണ്ടേ, തല കൂതണ്ടല്ലോ തൊപ്പിയെടുക്കാൻ ചെല്ലി തൊപ്പി അങ്ങ് എടുത്ത് ഊതാൻ വേണ്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ പൂഞ്ഞിട്ട് പിടിച്ചിട്ട് എങ്ങനെ ഒപ്പിച്ചിട്ട് തലവാടാൻ നോക്കിട്ട് ഊതി. തലന്നില്ല നഹി നഹി തോ സറാബി നഹി. അങ്ങനെ മുടി വെച്ചാൽ എന്താവും? സത്യഭാവ സ്റ്റൈൽ നമ്മളതല്ല, ഞങ്ങൾക്ക് ഹബീബിന്റെ സ്റ്റൈലാണ്. ഹബീബായ നബി തങ്ങളെ സ്റ്റൈലാണ്. അതേ ഹബീബായ നബി തങ്ങളില് നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, എല്ലാം കൊണ്ടും മാതിരിയാണ് റസൂലുള്ളാഹ്, എല്ലാം കൊണ്ടും റോൾ മോഡലാണ് റസൂലുള്ളാഹ്, എല്ലാം കൊണ്ടും പിന്തുടരപ്പെടാൻ വേണ്ടി പറ്റിയവരാണ് റസൂലുള്ളാഹ്. അപ്പൊ ആ സുന്നത്തൊന്നും ഒഴിവാക്കണ്ട. തലക്ക് തൊപ്പി വെക്കണോ, അതുപോലെ തന്നെ നല്ല താടി വേണോ. ഞെരിയാണിക്ക് താഴെ ഫാന്റ് ഇടണ്ട, മുണ്ടുടുക്കണ്ട. ഞെരിയാണിക്ക് താഴെ മനഃപൂർവ്വമാണ് ഫാന്റ് ഇറങ്ങിയതെങ്കിൽ പല്ലക്കാറ് കേട്ടോ, ചെറുപ്പക്കാറ് കേട്ടോ, നിങ്ങ ദീനിന്റെ വലിയ പ്രതീക്ഷകളാണ്, നിങ്ങ ഈ ഉമ്മത്തിന്റെ വലിയ ധൈര്യമാണ്, ഞങ്ങളെ വലിയ ഭറവസയാണ് ഞങ്ങളെ ബാല്യക്കാർ. അവർ ഒരിക്കലും അവഗണിക്കപ്പെടേണ്ടവരല്ല. ഹബീബായ നബി തങ്ങൾ ചേർത്ത് പിടിച്ചവരാണ് ബാല്യക്കാർ. മുസ്തഫായ നബി തങ്ങൾ സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞവരാണ് ബാല്യക്കാർ. ഞങ്ങളോട് പറഞ്ഞെന്തറിയാ, നിങ്ങളോട് പറഞ്ഞെന്തറിയാ, ബാല്യക്കാരെ വിഷയത്തില് ഹബീബായ നബി തങ്ങളെ നല്ല ഉപദേശം. ഊസീകും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും മറഖു അഫ്ഇദാ.
ബാല്യക്കാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ, നല്ല ഉപദേശം കൊടുക്കണേ. അവരോട് നിങ്ങൾ കയർക്കണ്ട, അവരെ നിങ്ങൾ ഔട്ടാക്കണ്ട, അവരെ നിങ്ങൾ അവഗണിക്കണ്ട, അവരെ നിങ്ങൾ അവഹേളനയാക്കണ്ട. ആ പ്രായത്തിൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അത് ഒരു ഗഡിപിടിന്റെ പ്രായമാണ്. അല്ലേ ബാല്യപ്രായം ചിലങ്ങത്, യൗവന പ്രായം ചിലങ്ങത് എല്ലാം അമ്പരിപ്പിന്റെ പ്രായം അല്ലേ. വയസ്സന്മാരെ പോലെ ഒരു സബൂറു അല്ലെങ്കിൽ കുറച്ച് ഒരു ഇതൊന്നും ഉണ്ടാവല്ലോ. ആ പ്രായതാണ് സ്വാഭാവികം. എല്ലാ ബാല്യക്കാരും അങ്ങനെ. അപ്പൊ എന്താക്കണോ അവിടെ എന്താക്കണോ ഞമ്മോ അപ്പൊ നീ നോക്കുന്നു പറഞ്ഞിട്ട് ഊന്തിരി വിടുന്നല്ല. നില്ല നീ നോക്കണോ, നീ എന്നെ നോക്കേണ്ട ആള്. ഞങ്ങക്ക് പിന്നെ നിന്നല്ലേ ധൈര്യം. ഞങ്ങൾക്കൊന്നും കഴിഞ്ഞ വയസ്സായി, നീ എന്നെ വേണ്ടി. പക്ഷെ അമ്പരത്തിൽ ഒരു മിനിറ്റ് അപ്പൊ ആ നിലക്ക് അവനെ പിടിച്ചിട്ടാക്കണം. അല്ലാണ്ട് എന്താവും, അങ്ങനല്ല വേണ്ടിയേ. അപ്പൊ നമ്മളെ വയസ്സന്മാർ വന്ന് രണ്ടാൾ ചൊല്ലു. എന്താ പറഞ്ഞ വയസ്സന്മാർ ചെല്ലലുണ്ട് ചിലയിടത്തല്ല ഉസ്താദ്. യോ ഇപ്പത്തെ ബാല്യക്കാർ ഭയങ്കരം. സംഗതി എന്താ, ഇപ്പത്തെ ബാല്യക്കാർ മാത്രമല്ല, നിങ്ങളെ കാലത്തുള്ള നിങ്ങൾ അന്നത്തെ ബാല്യക്കാരും അങ്ങനെ. നിങ്ങളെ ബാല്യപ്രായത്തിൽ നിങ്ങളും അങ്ങനെ ഉണ്ടായി. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ മാറിയിട്ടില്ല. എന്താ പറഞ്ഞ വാറത്തെ അംബാനിന്റെ MP ഇല്ല, ഞാൻ ഫ്രീ ഇല്ല. അംബാനിന്റെ MP മുറ്റ അന്നുണ്ടായി നിങ്ങളെ പിടിച്ചും കിട്ടലായി. അപ്പൊ രണ്ടും ടാലിയാക്കാൻ കഴിയ. എന്നാലും അവര് തൂരാക്കാൻ കഴിയും. എന്നാ അപ്പുറപ്പുറല്ലാവും അവരെ ചേർത്ത് പിടിക്കുക. വയസ്സന്മാർ നാടിന്റെ ബർക്കത്താണ്. ഒരു നാടിന്റെ ഏറ്റവും വലിയ ബർക്കത്ത് വയസ്സന്മാരാണ്. അവർ തമാശയാക്കപ്പെടാൻ പാടില്ല, അവർ സൈഡാക്കപ്പെടാൻ പാടില്ല, അവരെ സലഹമായിട്ട് തള്ളാൻ പാടില്ല, അവരെ ഒരിക്കലും നെഗലറ്റാക്കാൻ പാടില്ല. വയസ്സന്മാർ വയസ്സന്മാരെങ്ങാനും ഒരു നാട്ടിലില്ല എന്ന് കണ്ടാൽ, ഈ നാട്ടില് വയസ്സന്മാർ വൃദ്ധജനങ്ങൾ സിറ്റിസൺ പ്രജകള് ഹിരിയന്മാരില്ല എന്ന് കണ്ടാൽ അവിടെ അള്ളാന്റെ അദാബ് ഇറങ്ങും, സംശയമില്ല. അള്ളാന്റെ അദാബ് ഇറങ്ങാതിരിക്കാനുള്ള കാരണം, അള്ളാഹ് അദാബ് ഇറക്കാതെ നാടിനെ കാത്തതിന്റെ കാരണം വയസ്സന്മാരെ സാന്നിധ്യമാണ്, വയസ്സന്മാരെ ഉപസ്ഥിതിയാണ്. അപ്പൊ അവർ വേണം. അള്ളാഹു ഞങ്ങളെ വയസ്സന്മാർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞങ്ങളെ യുവാക്കളെ അള്ളാഹു എല്ലാം കൊണ്ടും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ബാല്യക്കാർത്തി പെണ്ണുങ്ങൾ അള്ളാഹു താല എല്ലാം കൊണ്ടും ഖൈറിലാക്കട്ടെ. മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. അപ്പൊ സുന്നത്ത് മുറുകെ പിടിക്കണം, സുന്നത്ത് ഒഴിവാക്കണ്ട. ആ സുന്നത്തി എല്ലാ നബി തങ്ങളതാണ്. മഹാനായ ഖാജാ തങ്ങളുടെ മുമ്പിൽ സ്വപ്നത്തിൽ വന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖാജാ അന്ത മുഈനുദ്ദീൻ, നിങ്ങൾ ദീനിന്റെ വലിയ സഹായിയാണ്, നിങ്ങൾ ദീനിന്റെ വലിയ പെണ്ണളുവാണ്, നിങ്ങൾ ഈ ദീനിന്റെ വലിയ കട്ടാളുവാണ്, സംശയമില്ല. പക്ഷേ ഇസ്ലാമൊക്കെ എല്ലാം കറക്റ്റാ. എന്നാലും ഖാജ നിങ്ങളോട് പറയട്ടെ, ലാകിൻ തറക്ത സുന്നത്തം മിൻ സുന്നത്തി, എന്റെ ഒരു സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്റെ ഒരു സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിന്. ഏതാണത്? നിങ്ങൾ മംഗലം കഴിച്ചിട്ടാ. ഖാജാ തങ്ങൾ മംഗലം കഴിക്കുമ്പോ ഏകദേശം 10-50 ആണ്ട് കഴിഞ്ഞെന്നാണ് ഒരു അഭിപ്രായം. മംഗലം കഴിക്കണം. വിഭാര്യത്വ ബ്രഹ്മചര്യ അത് ഇസ്ലാമികല്ല. ആന്ന് പോന്നു കണ്ടെങ്കില് അൽഹംദുലില്ലാ, ഒരു പെണ്ണ് ആവശ്യമുണ്ട് നായെങ്കില് എനക്കവളെ ചന്തത്തിൽ ചെമ്പാപ്പ് പോലെ നോക്കാൻ കഴിയുമെന്ന ആഗ്രഹം, പിന്നെ അതിനുള്ള ഫെസിലിറ്റി, സൗകര്യം, സബളത്വ ഉണ്ടെന്ന് കണ്ടെങ്കില് അവൻ കല്യാണം കഴിച്ചു കൊള്ളട്ടെ. അവളെ പൈസ മേങ്ങിട്ടല്ല, അവളെ കാശ് മുന്നേ മേങ്ങിട്ടല്ല. അതിന് നീ മീശ വെക്കണമെന്നില്ല. നീ ആണെങ്കിലും നീ പൈസ ആക്കിട്ട് മംഗലാണ്. അല്ല ഉസ്താദേ, കാശുണ്ടോ എന്തും വേണ്ട, ബാപ്പ വിടുന്നില്ല, ബാപ്പ അല്ലേ എന്നൊന്ന് കെട്ടി തീർന്നില്ല. കേട്ടെ, ബാപ്പ വിടുന്നില്ലല്ലോ. നിന്റെ ഈമാൻ ഇസ്ലാം അപ്പ കാണണോ? ബാപ്പ എല്ലാം ശരി, നിങ്ങൾ ചെല്ലോടക്കെല്ലാം ഞാൻ ഒത്തിനി എല്ലോക്കും, നിങ്ങളെല്ലാം മുന്നേ നിന്നിട്ടാക്കണോ? നിങ്ങൾ കാശ് വേണ്ടെന്ന് ശരിയാന്നില്ല, ബെങ്ങ കൊടുക്കണ്ടേ, ബെങ്ങ കൊടുക്കണം, നിന്റെ 3 മുക്കാല് വേണ്ടേ എന്ന് നീ ഖബറിലേക്ക് പോക്കാൻ.
അങ്ങനെ അതൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് ഞാനത് വേണ്ടി പോലെ ആയിക്കോളും. അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇടും. നീ കണ്ടീഷൻ വെക്കണ്ട, നീ വില പറയണ്ട. നീ സുബ്രഹ്മണ്യത്ത് പോത്തനോട്ടൊന്നും അല്ല, നീ നിന്റെ പുറക്ക് നല്ലൊരു പെണ്ണിനോട്ടിരുന്നു. അവർ ഇടും. എന്റെ മോളെ കെട്ടിക്കുമ്പോ ഞാൻ അങ്ങനെ വെറും കയ്യിൽ കിടത്തുവാ? എന്റെ കിടാവല്ലേ ഇത്, എന്റെ ചോരല്ലേ, എന്റെ കരലല്ലേ? അപ്പൊ ഞാൻ കടത്തു, ഇൻഷാ അല്ലാഹ് ഞാൻ ചന്തത്തിലിടും. നീ കണ്ടീഷൻ വെക്കുന്നതിന്റെ നീ എന്ത് കണ്ടീഷൻ പറയുന്നത്? 60 വേണോ 80 വേണോ? നിനക്ക് ഗണേശ് വീട് വലിക്കാൻ ഗതിയില്ല, നീ അങ്ങനെ 80 കേട്ടേടാ. 80 വേണോ? നീ കപക്കത്ത് പോത്തനോണ്ടിരുന്നേ. അതിന്റെ ഇടയ്ക്ക് ശരി നല്ല ബാല്യക്കാർ ഞങ്ങളെ ബ്രോ ഓമൻ ചെല്ലാം തരഞ്ഞോ, നല്ല ആളാണ്. സത്യത്തിൽ ഓന് വില്ലാസമുണ്ട്. 80 കിട്ടിയ നല്ലത്. അതിന്റെ ഇടയ്ക്ക് ബമ്പനാന്ന്. എനക്ക് മനസ്സില്ല, ബാപ്പ വിടുന്നില്ല. അതിനാളിയാ നീ ഒരു വിഷയക്ക് ബാപ്പല്ലേ ചെല്ലി എന്നെ കെട്ടിയെന്ന് തീർന്നു. അപ്പൊ നീ നിന്റെ ഈമാന് കാട്ടണോ? ബാപ്പല്ലി ചെല്ലണോ? ബാപ്പ അത് വേണ്ട, കണ്ടീഷൻ വെച്ചിട്ടുള്ളതൊന്നും വേണ്ട, അത് ശരിയല്ല. അത് എനിക്ക് മനസ്സിലായി. ബാപ്പ ഉമ്മ ശല്യം എടുത്ത് നിൽക്കുമ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ, ഏത് പുതിയാപ്പിള നോക്കിയാലും ഏത് പെണ്ണിനെ നോക്കിയാലും ആ ബാപ്പ ഉമ്മ ശല്യം എടുത്ത് നിൽക്കണം. അതാണ് ബർക്കത്ത്, അതാണ് ഖൈറ്, അതാണ് സന്തോഷം, അതാണ് നിനക്ക് സലാമത്ത്. ബാപ്പ എനക്ക് വേണ്ടി ഞാൻ നോക്കാം, ഉമ്മ ഞാൻ സെറ്റാക്കിനെ പോവന്നിട്ട് മൂത്തോളര് ഇതാ ഞാൻ ലിങ്കായിരുന്നു നാളെ ബേം പൊട്ടു. എന്താ ഞാൻ നിന്റെ ലിങ്ക് അങ്ങനത്തത്, അത് ബർക്കത്തില്ലാത്ത ലിങ്ക്, അത് ലാനത്തിന്റെ ലിങ്ക്, അത് കോളേജിലായ ലിങ്ക്, അത് ലാനത്താക്കപ്പെട്ട ലിങ്ക്, അതിന് ബർക്കത്തില്ല. ഉമ്മ ബാപ്പ ഹിരിയന്മാരെ ഉപദേശവും അവരെ മാർഗനിർദ്ദേശന അവരെ ദുആ ഇതെല്ലാം കണ്ടുപിടിച്ച് കേട്ടിട്ട് എന്താക്കണോ? മംഗലത്തിനും കാര്യത്തിനും ഇറങ്ങണം. അവർ മുന്നേ പോകണം, അവരെതിർല് പോകണം, അവരെ വിട്ടിട്ടുള്ള കളിക്ക് വേണ്ട. ഇനി നീ മുറ്റിങ്ങനെ നോക്കിയിട്ട് വെച്ചിട്ട് നിനക്കാവും പോകുന്നല്ല ആയിന എങ്കിൽ നീ എന്നെ പോയിട്ട് അവിടെ ഫസ്റ്റ് മൊബൈൽ കൊടുക്കേണ്ടതല്ല, ഐഫോൺ 60. നീ മുന്നേ പാപ്പ നിങ്ങളിങ്ങനെ ഉണ്ട് പാപ്പ, നിങ്ങൊന്നും മുണ്ടിയിട്ട് നോക്കി, എനക്ക് നന്നൊന്നും അറിയല്ല, എന്റെ മനസ്സിലൊക്കെ അങ്ങനെ പോതിച്ചിന്. പിന്നെ കുടുംബം എന്ത്, ബാക്ക്ഗ്രൗണ്ട് എന്ത്, ബാക്ക് ഫയൽ ബയോഡാറ്റ എന്ത് എന്നൊന്നും എനിക്കറിയല്ല. നിങ്ങൊന്ന് കേട്ടിട്ട് അങ്ങനെ ചെല്ല ഇടാണല്ല പാപ്പ. നിങ്ങൾ അഭാഗത്തേക്ക് പോയിട്ടില്ല, നിങ്ങൾ എന്താക്കേണ്ടിയ? നിങ്ങൾ ഫുള്ള് ചെലവിടണം. മട്ടൻ, ചിക്കൻ, ബിരിയാണി, മന്തി, കുന്തം, ഷവർമ. ഇയാളീന് മാത്രം ബാപ്പക്ക് വയസ്സായതന്നെ ബേള് കൊണ്ടിട്ട് ഇപ്പൊ നടുവക്കിയതും നിന്നെ ചെലുത്തത്. അതല്ല, അതിന് ബർക്കത്തില്ല. നിങ്ങൾ വേണം ഏത് ഹിസ്റ്ററി വേണം എടുത്തു നോക്കി. അവനവന്റെ സെലക്ഷൻ തീരുമാനിച്ചിട്ട് പെണ്ണ് കെട്ടിയോന്റെ ജീവിതവും ആണ് കെട്ടിയോന്റെ ജീവിതവും പെണ്ണിന്റെ ജീവിതവും എങ്ങനെ ഉണ്ടെന്നൊന്ന് കേട്ടോക്കിയാല. വട്ടാരെ കെട്ടിയിട്ട് അതിനെല്ലാം ചെട്ടി മിതിങ്ങിയിട്ട് നടന്നുള്ള മിതിങ്ങിയിട്ട് ഉസ്താദെ കാണുമ്പോ നല്ല ഹാപ്പി അല്ല, ഉള്ളില് ഹാപ്പി. അതറിയ നിങ്ങക്ക് ഹാപ്പി. ബർക്കത്തില്ലാതെ ഹറാമിൽ പോയതാണത്. ഹറാമിൽ തുടങ്ങിയതിൽ ബർക്കത്തില്ല, ബർക്കത്തില്ല, അതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും അല്ലാഹ് പൊരുത്തപ്പെടുന്ന നിലക്ക് തുടങ്ങണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമായി, ഞാൻ നിർത്തുകയാണ്. ഖാജാ തങ്ങളോട് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചര്യയാണ്, നടപടിയാണ്, സുന്നത്താണ് അന്നിക്കാഹ്. അതുകൊണ്ട് നിങ്ങൾ മംഗലം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഖാജാ തങ്ങൾ നബി തങ്ങളെ നിർദ്ദേശപ്രകാരം കല്യാണം കഴിച്ചു. അതിൽ നല്ല പ്രഗത്ഭരായ പ്രസിദ്ധരായ മഹാന്മാരായ ഔലിയാക്കളായ 3 മക്കളും ഉണ്ടായി. എല്ലാം കൊണ്ട് നബി തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയ ആളാണ് ഖാജാ. അപാരമായ ഇൽമുള്ളവരായിരുന്നു ഖാജാ. നല്ലോണം ഇബാദത്തെടുത്ത മഹാനായിരുന്നു ഖാജാ. എത്രയോ ജനങ്ങളെ പരിശുദ്ധമായ ദീനിന്റെ ശാദ്വല തീരത്തേക്ക്, ഈ സത്യബാന്ധാവിലേക്ക്, ഈ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നവരാണ് ഖാജാ തങ്ങള്. എണ്ണിയാൽ തീരാത്ത കറാമത്തിന്റെ ഉടമയാണ്. 4000-ലേറെ കറാമത്ത് മഹാനിൽ നിന്ന് കണ്ടവരുണ്ട്. 4000-ലേറെ കറാമത്ത്. ചെറിയ കറാമത്തൊന്നുമല്ല. അനാസാഗർ കുളത്തിന്റെ അടുത്ത് പോയിട്ട് തമ്പടിച്ചപ്പോ പട്ടാളക്കാരും പരിവാരങ്ങളും വെള്ളം തടഞ്ഞു, വെള്ളം കൊടുത്തില്ല. ഖാജാ തങ്ങളെ ഖാദിമ് കൂജ പിടിച്ചിട്ട്, പൂജ എന്താ പറയാ, ജഗ് പിടിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ പോയി. പക്ഷേ അവന്റെ ആൾക്കാർ, അവിടെ പട്ടാളക്കാർ അവിടെ കുന്തവും വടിയും പിടിച്ചിട്ട് കവലായിരുന്നു, വെള്ളം കൊടുത്തില്ല. അവർ അയാളെ കൂജയും പൊട്ടിച്ച് തല്ലിപ്പൊളിച്ച് തിരിച്ചയച്ചു. അയാൾ തിരിച്ചു വന്നിട്ട് ഖാജായോട് പറഞ്ഞു, ഖാജാ വെള്ളം തന്നില്ല.
ദാഹിച്ചവർക്ക് കുടിക്കാൻ, ഉളവെടുക്കേണ്ട ആവശ്യത്തിന് ഹാജ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അവർ തന്നില്ല. ഹാജാ തങ്ങൾ പറഞ്ഞു വീണ്ടും പോകൂ, വെള്ളം കൊണ്ടുപോവാ. വീണ്ടും അതാ അയാൾ ചെല്ലുകയാണ്, കൂജിയും പിടിച്ചിട്ട് എന്താ ജഗ്ഗും പിടിച്ചിട്ട് ആ പണ്ടത്തെ ഇങ്ങനെ ഒഴിക്കുമ്പോ മനസ്സിലായിരിക്കും. അതെ ഞാൻ ഹാജാതങ്ങള് ആ ജഗ് രണ്ടാമത് പോയി. ആ പോകുന്ന സമയത്ത് അവിടെ എത്തിയപ്പോ ചരിത്രം പറയുന്നുണ്ട്, അവിടുന്ന് യാസീൻ ഓതിയിട്ട് ഒരു പിടി മണ്ണിങ്ങനെ എറിയാൻ വേണ്ടി പറഞ്ഞു. പണ്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിൽ ഉറങ്ങുമ്പോ പട്ടാളവും അബൂജഹലും കൂട്ടരും വീട് വളഞ്ഞ നേരത്ത് അവരുടെ ഇടയിലൂടെ തന്നെ റസൂലുള്ള പുറത്തേക്ക് വന്നില്ലേ. ഒരു പിടി മണ്ണെടുത്തിട്ട് മുസ്തഫോയ നബി തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. ആ എറിഞ്ഞ പൊടിമണ്ണ് അവിടെ കൂടിയ എല്ലാ ശത്രുക്കളുടെയും കണ്ണില് വീണു. അവർ അങ്ങ് കണ്ണിങ്ങനെ തിരുമുന്നതിന്റെ ഇടയില്, കണ്ണങ്ങ് നേരെയാക്കിയിട്ട് നോക്കുന്നതിന്റെ ഇടയില് ഹബീബായ റസൂലുള്ള വീട് വിട്ടിറങ്ങിപ്പോയി. അവർ കണ്ടില്ല. എങ്കിൽ ഇവിടെയും അങ്ങനെ മുസ്തഫായ നബി തങ്ങൾക്കുണ്ടായ മോജിസത്ത് ഔലിയാക്കന്മാർക്ക് കറാമത്താണ്. ഇവിടെയും അതാ ഹാജാ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഒരു പിടി മണ്ണെടുത്തിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ എറിഞ്ഞ നേരത്ത് ആനാസാഗർ താളാബ് ആ കുളത്തിന്റെ ചുറ്റും ഇരിക്കുന്ന പട്ടാളക്കാരെ കണ്ണ് കാണാതെയായി. അവർ അവിടെ നിലത്ത് വീണോ. പലർക്കും ഉറക്കം വന്നു, ബോധം കെട്ടു. അവരാരും അറിഞ്ഞില്ല. ഹാജാതങ്ങളെ മുരേദ ആ വെള്ളമങ്ങ് കോരിയെടുക്കേണ്ട താമസം. ഒരു കിണ്ടി വെള്ളോ ഒരു ജഗ് വെള്ളോ ആ വിശാലമായ കുളത്തിൽ നിന്ന് കോരിയെടുക്കേണ്ട താമസം. കിണ്ടിയില് വെള്ളം വന്നു, പൂജയിൽ വെള്ളം നിറഞ്ഞു. അനാസാഗർ അനാസാഗർ താളാബ്, താളാബ് എന്ന് പറഞ്ഞ കുളം അല്ലേ? താളാബ് ഹിന്ദി ഉറുദു അല്ലേ? ഹിന്ദി ഉറുദു എന്ന് അറിയില്ലെങ്കിൽ എല്ലാം പഠിച്ചോണം. അനാസാഗർ താളാബ് ഉറുദു. അത് അനാസാഗർ താളാബ് കുളം അത് വറ്റിപ്പോയി, അത് പറ്റേ ആറിപ്പോയി, അത് വറ്റി വരണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഹാജാതങ്ങളെ മുരീദ് വെള്ളവുമായിട്ട് വന്നു. ഹാജാതങ്ങളും കൂട്ടരും വെള്ളം കുടിച്ചു, എടുത്തു, സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ അവിടെ വെള്ളമില്ല. കോരിയ കോരലിന്റെ കാരണമായി അവിടെ ആറിപ്പോയി. ഏതുവരെ വെള്ളം മാറിപ്പോയി എന്നറിയാം. മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്ന് പണ്ഡിത ലോകം വാഴ്ത്തിയ 4 പതിറ്റാണ്ട് കാലം നീണ്ട 40 കൊല്ലത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം നൽകിയ ശൈഖുനാ ശംസുൽ ഉലമ, അവരുടെ പരലോക ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ സാദാതീങ്ങൾക്കും എല്ലാ ഉമറാക്കൾക്കും എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവിടെ പാർട്ടിയില്ല, അവിടെ പങ്കെട നോക്കണ്ട. ഏതുവാകട്ടെ ശംസുൽ ഉലമ തങ്ങളുടെ ചരിത്രത്തിന്റെ കിതാബിൽ എഴുതുകയാണ്. ഹാജാ തങ്ങളെ പറ്റിയുള്ള കിതാബ് ശംസുൽ ഉലമ എഴുതിയിട്ടുണ്ട്. ആ കിതാബിൽ എഴുതിയത് കാണാ, ആ വെള്ളമതാണ് സാഗർ താളാബിൽ നിന്നിട്ട് ആ കൂജയിലങ്ങ് കോരിയ നേരം അവിടെ ആറിപ്പോയത് ആ കുളത്തിന്റെ വെള്ളം മാത്രമല്ല, അന്ന് അജ്മീരിലുള്ള എല്ലാ കിണറിലെയും പുഴയിലെയും വെള്ളം വറ്റിപ്പോയി. ഏതുവരെ അറിയുമോ? മുല കൊടുക്കുന്ന ഉമ്മാന്റെ മുലപ്പാല് പോലും ആറിപ്പോയി. അതായിരുന്നു ഹാജാ. പിന്നീട് അവിടെ വെള്ളമില്ല, നാട്ടുകാർക്ക് വെള്ളമില്ല, കുടിക്കാൻ കുളിക്കാൻ ഉളവെടുക്കാൻ പ്രാഥമിക ആവശ്യത്തിന് ഒരാൾക്കും വെള്ളമില്ല, ഒരു കിണറിലും വെള്ളമില്ല. കുഞ്ഞുങ്ങൾ പാല് കിട്ടാണ്ട് കരയാൻ തുടങ്ങിയപ്പോ എല്ലാവരും ഹാജാന്റെ മുമ്പിൽ പശ്ചാത്താപിച്ചു വന്നു, ഖേദിച്ചു വന്നു, മാപ്പ് ചോദിച്ചു വന്നു. തങ്ങളെ മാപ്പ്, അറിയാണ്ട് പറ്റിയതാണ്, വെള്ളം തടഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ ഹാജാ തങ്ങൾ മുരീദിനോട് പറഞ്ഞു, അത്ര പൊന്നുമോന് ബാക്കിയുള്ള വെള്ളം അവിടെ പഠിച്ചോ, ആ
കുളത്തിൽ ഒഴിച്ചോ. ഖാജാ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ ജഗ്ഗിലുള്ള വെള്ളം കൊണ്ടുപോയിട്ട് വീണ്ടും അതിൽ ഒഴിച്ച നേരം ബാക്കിയുള്ള വെള്ളം അതിൽ കൊണ്ടുപോയിട്ട് മറിച്ച നേരം കുളം നിറഞ്ഞു. പിന്നീട് ഇന്നോളം 2025 ഫെബ്രുവരി 8-ാം തീയതി ഈ സമയം വരെ അനാസാഗർ കുളം വറ്റിയിട്ടില്ല. എല്ലായിടത്തും വെള്ളം നിറഞ്ഞു. അവരാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി. ചരിത്രം കേൾക്കണോ നിങ്ങൾക്ക്? ചരിത്രം അറിയണോ നിങ്ങൾക്ക്? ഈ ഒരു സംഭവം കണ്ടിട്ട്, ഈ ഒരു അത്ഭുതം കണ്ടിട്ട്, ഈ പറഞ്ഞ ഒരു കറാമത്ത് കണ്ടിട്ട് 80,000-ഓളം വരുന്ന ജനങ്ങള് ഒറ്റ ദിവസം പരിശുദ്ധമായ ഷഹാദത്തിന്റെ കലിമ ചൊല്ലി ദീനിലേക്ക് കടന്നു വന്നു. അവരാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി. പിന്നെ പ്രഭാഷകന്മാരെ പ്രഭാഷണത്തിനേക്കാളേറെ വഅലന്മാരുടെ വഅലിനേക്കാളേറെ പുസ്തകം എഴുതിയ ലേഖകന്മാരുടെ പുസ്തകത്തെക്കാളേറെ ഈ ലോകത്ത് ദീന് പ്രചരിപ്പിക്കാൻ ഏറ്റവും വലിയ കാരണമായത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവരുടെ കറാമത്താണ്. വഅലന്മാരെ ആലിമീങ്ങളെ വഅലിനെ ചെറുതാക്കിയതല്ല, മഹാന്മാരുടെ പ്രഭാഷണത്തെ കൊച്ചാക്കിയതല്ല. അതിനേക്കാളേറെ എഫക്ട് ഉണ്ടാക്കിയത്, ദീനിന് ഉപകാരമുണ്ടാക്കിയത് ഔലിയാക്കളാണ്. അവരുടെ കറാമത്താണ്. ഈ സംഭവം കണ്ടിട്ട് ഒറ്റ ദിവസം 80,000 ജനങ്ങള് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഖാജാ തങ്ങളിലേക്ക് അജ്മീറിന്റെ മണ്ണിൽ ഉറങ്ങുന്ന ഇന്ത്യയുടെ സുൽത്താൻ ഹബീബായ നബി തങ്ങളുടെ ഖലീഫ, ഈ നാടിന്റെ വലിയ യജമാനൻ, ഈ ഉമ്മത്തിന്റെ വലിയ നേതൃത്വം, ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ഞങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷ അജ്മീർ ഖാജാ തങ്ങളിലേക്ക്, അജ്മീറിന്റെ മുത്ത് ഖാജാ തങ്ങളിലേക്ക്, മുഈനുദ്ദീൻ ചിശ്തി തങ്ങളിലേക്ക്, അവിടുത്തെ മാതാപിതാക്കളിലേക്ക്, അവിടുത്തെ മശായിഖുമാരിലേക്ക്, അവിടുത്തെ മുരീദുമാരിലേക്ക്. അൽ-ഫാത്തിഹ الفاتحة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു ഞങ്ങൾ ഓതിയത് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതിന്റെ ബർക്കത്തും ഗുണവും അല്ലാഹു നമുക്ക് രണ്ട് ലോകത്തും നൽകട്ടെ. അവരുടെ ശഫാഅത്ത്, അവരുടെ മദദ്, ബർക്കത്ത്, അവരുടെ മഅയ്യത്ത്, സുഹബത്ത് എല്ലാം നൽകി അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ സുൽത്താൻ അംഗുമൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മഹത്തായ പരിപാടി നേരത്തെ തുടങ്ങിയതാണ്. മാരിബിന്റെ ശേഷം അല്ലേ മാരിബിന്റെ ശേഷം മൗലിദും കാര്യങ്ങളും തങ്ങന്മാരെ ഉപദേശവും ദുആവും ഞങ്ങളെ വന്നേരായ ഉസ്താദിന്റെ പ്രഭാഷണമെല്ലാം അൽഹംദുലില്ലാഹ് ഒരുപാട് നിങ്ങൾ കേട്ടു, സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നാലും ക്ഷീണമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. മാത്രമല്ല ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരെല്ലാം അവരെല്ലാം നേരത്തെ വന്നവരാണ്. മാത്രമല്ല നാളെ മദ്രസ്, സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ ഒരുപാട് ലീവ് ആയിരിക്കില്ല, നാളെ സൺഡേ അല്ലേ. മദ്രസ കാര്യങ്ങളൊക്കെ ഉണ്ട്, പലയിടത്തും പരീക്ഷകളും കാര്യങ്ങളെല്ലാം ആണ്. അപ്പൊ ലേറ്റാക്കണ്ട അല്ലെങ്കിൽ സമയമായി, അതുകൊണ്ട് ലേറ്റാക്കണ്ട, അല്ലാണ്ട് ബിയായി എന്നല്ല, സമയമായി. മാത്രമല്ല ഷീറിനെയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാകുമ്പോൾ ഏകദേശം 10-12 എല്ലാം ആവും.